ഹരി ഓം. ഏവർക്കും വർണ്ണാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവന്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ്. 2025 ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക. ഓക്കെ, അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് 29 ശനി രാശി മാറുന്നത്. അപ്പം അന്ന് മുതൽ 2027 6 മാസത്തിൽ, അതായത് ജൂൺ മാസത്തിൽ 3 വരെയാണ് ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശി മാറി ഒരു സ്ഥലത്ത് രാശിയിൽ നിൽക്കുക അല്ലെ. 2.5 വർഷത്തോളം, ചില സമയത്ത് 2.25 2.25 അങ്ങനെയൊക്കെ വരേണ്ട, 2.5 വർഷത്തോളം ഒരു രാശി തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായ സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്കിപ്പോ ശനിദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു 50 to 20% എങ്കിലും അല്ലെങ്കിൽ 25% എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് ബാധിക്കും. കാരണം അത്രയും നാൾ നീണ്ടു നിന്നൊരു രാശിമാറ്റമാണ്. അത് മാത്രമല്ല നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും. ആദ്യമേ രാശിഫലം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാർട്ടിനും കൂടെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ഒരു വീഡിയോയുടെ എങ്കിലും കാണുക, ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാർട്ടിനെങ്കിലും കാണുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിൽക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. മിഥുന രാശി. മകേരമര തിരുവാതിര പുണർന്ന മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത് അല്ലെ. മിഥുന രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ശനിമാറ്റം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശനി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മാറ്റങ്ങൾ തരുന്ന ഒരു ശനിയായിരിക്കും. അപ്പൊ ഈ മാറ്റങ്ങൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജാതകമായിരിക്കും. ഓക്കെ, നമ്മുടെ ജാതകത്തില് ശനി നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഫലത്തെ അല്ലെങ്കിൽ അനുകൂലമായ മാറ്റങ്ങളും, നമുക്ക് പ്രതികൂലമായെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും തരിക എന്ന് പറയുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് മിഥുന രാശിക്ക് 8ാം 9ാം ഭാവാധിപതി, അതായത് അഷ്ടമാധിപതിയും ഭാഗ്യാധിപതിയും കൂടിയാണ് ശനി എന്ന് പറയുന്നത് മിഥുന രാശിക്ക്. അപ്പൊ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ തന്നാലും നമുക്ക് അവസാനം നമുക്ക് നല്ലൊരു അവസ്ഥയിലേക്ക്, നല്ലൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാം. പക്ഷെ നമ്മുടെ ജാതകത്തിൽ നമുക്ക് വീക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റിസൾട്ട് എന്ന് പറയുന്നത് അനുസരിച്ച് ഡൗൺ ആയിരിക്കും. സോ ജാതകത്തിൽ നമുക്ക് ശനി അനുകൂലമാണ്, ലഗ്നാൽ അനുകൂലമാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഉള്ള ഫലത്തിലേക്കും നമുക്ക് കൂടുതൽ പേർക്ക് ഇപ്പൊ ശനിദേശമൊക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ റിസൾട്ട്, നമ്മുടെ ഈ ഗോചര ഫലം നമ്മളിലേക്ക് കണക്ട് ആവാനും നമുക്ക് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പദവികൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമായിരിക്കും. നമ്മുടെ പരിസരങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന സമയമായിരിക്കാം. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും, നമ്മുടെ തൊഴിലിൽ മാറ്റം ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ പഠന വിഷയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വിഷയം പഠിച്ചുകൊടുക്കുക, നമ്മളത് നിർത്തിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാനോ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പോ ഒരു ജോബ് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ, ആ ബിസിനസ്സിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാം. ബിസിനസ് സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവാം, അതിന്റെ മാർക്കറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, കസ്റ്റമേഴ്സിൽ ഉണ്ടാവുന്ന ഇഷ്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. സോ മൊത്തത്തിൽ മാറ്റങ്ങൾ തരുന്ന ശനിയാണ്. സോ ആ മാറ്റം അനുകൂലമാവോ പ്രതികൂലമാവണമെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി ഈ ഒരു ട്രാൻസിറ്റ്, ഈ ഒരു ഗോചര ഫലം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നോക്കിയാൽ മാത്രമേ വ്യക്തമായിട്ട് നമ്മളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലാതെ പൊതുവായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ തരുന്നൊരു ശനിയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8ാം ഭാവാധിപനാണ് ഞാൻ പറഞ്ഞു. സോ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമാധിപതിയാണ് അല്ലെ. നമുക്ക് കഷ്ടപ്പാടുകൾ, ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ തരും. അതുപോലെ തന്നെ നമ്മൾ 9ാം അല്ലെങ്കിൽ ഭാഗ്യാധിപതിയാണ് അല്ലെ. നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ, ഭാഗ്യ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരിക, ഭാഗ്യമായിട്ടുള്ള അവസരങ്ങളൊക്കെ തരിക. നമുക്ക് ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് കഷ്ടപ്പാടുകളും ഒബ്സ്റ്റാക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ മറു സൈഡിൽ നിന്ന് അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണദോഷ സമ്മിശ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് അനുകൂലമെങ്കിൽ അനുകൂലം എന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക ശനിയാണ്. എന്ന് വെച്ചാൽ മിഥുന രാശിക്ക് 10ാം ഭാവത്തിലാണ് ശനി വരിക. കണ്ടക ശനിയാണ്. ഇപ്പൊ 9 9ൽ നിന്ന് 10ാം ഭാവത്തിലേക്കാണ് വന്നത്. സോ ഇവിടെ നമ്മൾ 10ലേക്ക് വരുമ്പോൾ മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 4ലേക്കും 7ലേക്കും അതുപോലെ തന്നെ
12ലേക്കും ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. നമുക്കറിയാം ശനി ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് 3, 7, 10 പക്ഷെ മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് 4ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും എന്തുണ്ട് ദൃഷ്ടി വരുന്നുണ്ട്. 12ാം ഭാവത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ മാറ്റാണ്, അല്ലെങ്കിൽ വീട് മാറാണ് ഒക്കെ യോഗം വരുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ഥലമാറ്റം, സ്ഥാനമാറ്റം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് കുറച്ച് അലച്ചിലുകൾ ഇതൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. യാത്രകൾ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 7ാം ഭാവത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് പാർട്ണറിന് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെയായാലും കുറച്ച് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്താണ് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം, മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, ഭാര്യയുടെ വീട്ടിൽ പോവാം, അതല്ലെങ്കിൽ എന്താണ് ഒരു സ്പേസ്, ഒരേ വീട്ടിൽ തന്നെയെങ്കിലും ഒരു അകലം, ഒരേ വീട്ടിൽ തന്നെ രണ്ട് മനസ്സുമായിട്ട് ഭാര്യ ഭർത്താവ് എന്താണ് രണ്ട് ശരീരം ഒരു മനസ്സായിട്ട് ജീവിക്കുക. അപ്പം അത് മാറി എന്താണ് രണ്ട് മനസ്സായിട്ട് ജീവിക്കുക, ഒരു വീട്ടിൽ തന്നെ രണ്ടായിട്ട് താമസിക്കേണ്ട ഒരു അവസ്ഥ. അതല്ലെങ്കിൽ എന്താണ് രണ്ട് കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ പിണങ്ങി മാറിപ്പോവുക, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്റ്റലിലേക്കോ അങ്ങ് മാറുക, അങ്ങനെ സാഹചര്യം. അല്ലെങ്കിൽ നമുക്ക് ഡൈവോഴ്സ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണ് അകന്നു മാറുക, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരാം. സോ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം ഇങ്ങനത്തെ സാഹചര്യം. ഇത് കൂടുതൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ശനി രാശി മാറുമ്പോൾ ഇതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് 3 മാസം മുമ്പ്, 6 മാസം മുമ്പ് തന്നെ നമുക്ക് പയ്യെ റിഫ്ലക്റ്റ് ആയി തുടങ്ങും. 3 മാസം മുമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്താണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വന്നു തുടങ്ങും. സോ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവാം. നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മാറി മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെ? ഓരോ സാഹചര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വരി അരിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ടെത്താൻ പറ്റും. വരി അടിയാതെ നമ്മൾ തേടി പിടിച്ച് പോകുമ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. സോ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സാഹചര്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, നമുക്ക് അനുകൂലമാണോ പ്രതികൂലം, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജാതകം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടകശനിയാണ്. അപ്പൊ കണ്ടകശനി അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടുകളാവണം അങ്ങനെ ഒന്നും നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മിഥുന രാശി നോക്കി കഴിയുമ്പോൾ 8, 9 ഭാവാധിപനാണ്. സോ നമുക്ക് എന്താണ് ഒരു തരത്തിൽ കഷ്ടപ്പാട് തന്നാൽ പോലും നമുക്ക് മരുതറിയുന്ന എന്തെങ്കിലും അതിനുള്ള മാർഗങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ജാതകത്തിൽ നമുക്ക് ശനി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. നമുക്കിപ്പോൾ ദശ ഏറ്റവും കൂടുതൽ നടക്കുന്ന ദശ ഏതാണ്, അതിന്റെ അപകാരം എന്താണ് നോക്കുക. സോ ആ സാഹചര്യങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഫലത്തിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. സോ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കൊന്നും വേണ്ട. എന്താണ് സന്തോഷത്തോടെ, ഈശ്വര പ്രാർത്ഥനയോടെ, ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു. അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും, ചിലവര് ഹാപ്പി ആയിട്ടുണ്ടാവും, അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേരും നക്ഷത്രം വ്യക്തമായി താരെ കമന്റ് ചെയ്യും കേട്ടോ, നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ. അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. നമുക്ക് ജാതകത്തിൽ നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത്, ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക്, ശനിയുടെ അപകാരമൊക്കെ നടക്കുന്നവർക്ക് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും. അത് അപ്പൊ എങ്ങനെ എത്തുമെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, സൽചിന്തകൾ ചെയ്യുക. ഓക്കെ, എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക. അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട, തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശനി പ്രീതിയൊക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാൽ
എന്ത് ചെയ്യുക, നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്കിലും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരനെ എന്ത് ചെയ്യുക, കുറ്റം പറയാതിരിക്കുക. ശനീശ്വരനെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും, ഈശ്വരൻ തരും അല്ലെ, അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും, പ്രദാനം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ ആയാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാട്സപ്പ് പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയിൽ തന്നെ ഒരു പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ്. ആ പോളിന് ഇച്ചിരി വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ കൂടി അങ്ങ് നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ പോൾ വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക, വെബിനാർ ഉണ്ടാവുക. മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും. നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും. പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിലൂടെ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് പോൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു, അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം. കാരണം എന്താണ്, അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം, ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ്. സോ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയിക്കും, വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ എൻ്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ ജസ്റ്റ് ദേവാനന്ദനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാലോ, ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ്. സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും. അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ച ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ. നമ്മൾ ഞായറാഴ്ച ദിവസമാണ്. സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം. ഇപ്പം ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയല്ലേ ഉള്ളൂ. സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാലോ അനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത്. സോ അതുകൊണ്ടാണ് ആ താമസം. കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം. പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ജോയിൻ ചെയ്താന്ന് കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല. ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് വാട്സപ്പാണ്. സോ അതുകൊണ്ടാണ്, കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൻ്റെ ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാനും എന്താണ് നോക്കുകയാണ്. സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓഫീസിനാൾ സ്റ്റാഫ് ആയാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാൻ പറ്റാത്ത, നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ചിന്താഗതിയാ. സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ.